പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കായി അങ്ങേ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ ബലിയിലൂടെ അങ്ങ് പൂർത്തീകരിച്ച കടങ്ങളുടെ പൊറുതി സ്വന്തമാക്കിയെടുക്കുവാനും അങ്ങേ മക്കളായി ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളെയും അനുഗ്രഹത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തില് അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായ കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തെയും അനുഗ്രഹിക്കണമേ. അറിഞ്ഞുമറിയാതെയും വന്നുപോയ പാപങ്ങളിലൂടെ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിലൂടെ, ചെയ്യരുത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിലൂടെ ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിൽ കിടക്കുന്ന എല്ലാ കടങ്ങളും അതിന്റെ ശാപങ്ങളും പൈശാചിക ബന്ധനങ്ങളും സാത്താന്റെ ആധിപത്യങ്ങളും അധികാരങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വീണ്ടെടുക്കണമേ, തലമുറയെ വീണ്ടെടുക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഉണ്ണീശോയെ തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യം നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബവൃക്ഷത്തെ കൃപയുടെ ഭവനമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളുടെ കുടുംബം യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമ്മെ, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കടങ്ങളുടെ പൊറുതി, പാപത്തിന്റെ മോചനം, നിലയില്ലാത്ത കർത്താവിന്റെ കരുണക്കടലിലേക്ക് ആഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ എല്ലാ പാപകടങ്ങളിൽ നിന്നും അതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് പുതിയ കൃപയില്, ചൈതന്യത്തില് നിറച്ചെടുക്കുന്ന ഈ പുണ്യദിനങ്ങളില് കർത്താവ് ചൊരിയുന്ന കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, കരുണയെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് പ്രത്യേകമാവിധം നന്ദി പറയാം. മക്കളെ, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തില് 18-ാം അധ്യായത്തില് ആ ഭൃത്യന്റെ 10,000 താലന്ത് ആ യജമാനൻ ഇളവ് ചെയ്തു കൊടുക്കും. മനസ്സലിഞ്ഞ് അവൻ കേണപേക്ഷിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളില് നമ്മുടെ കുടുംബത്തിന്റെ മേലുള്ള കടങ്ങൾക്ക് വേണ്ടി നമുക്ക് കൊടുത്തു വീട്ടാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ, തകർന്നു പോയ അവസ്ഥയിൽ നിന്ന് നമ്മൾ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ഭൃത്യൻ എങ്ങനെ പ്രാർത്ഥിച്ചേ? ഞാൻ തന്നു വീട്ടിക്കൊള്ളാം, എന്നോട് കരുണയായിരിക്കണമേ. ദൈവം എന്താ ചെയ്തേ? യജമാനൻ എന്താ ചെയ്തേ? അവനത് ഇളവ് ചെയ്ത് കൊടുത്തു. ഇളവ് ചെയ്ത് കൊടുക്കുക. ഇതാണ് കർത്താവിന് മുമ്പില് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ എത്ര വലിയ കടവ്, 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ വലിയ വലിയ സമ്പത്താ. അതങ്ങോട്ട് ഇളവ് ചെയ്ത് കൊടുത്തു. കടം കർത്താവ് അങ്ങോട്ട് ഇളവ് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിന് മേലുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുമിഞ്ഞു കൂടി കിടക്കുന്ന കടബാധ്യതകളൊക്കെ കർത്താവ് ഇളവ് ചെയ്തുകൊണ്ട് നമ്മോട് കരുണ കാണിക്കുമ്പോൾ എന്തുമാത്രം നന്ദിപ്പറ. മാത്രമല്ല, ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹഭൃത്യനോട് കരുണ കാണിക്കണം. അപ്പൊ നമ്മള് ഈ കടങ്ങളൊക്കെ വീട്ടിൽ കഴിയുമ്പോ കർത്താവ് ഇളവ് ചെയ്ത് തരുമ്പോ നമ്മൾ മറ്റുള്ളവരോടും ക്ഷമിക്കണം, കരുണ കാണിക്കണം, അവർക്കും ഈ കടങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കള്ളസാക്ഷ്യം പറയരുത്. പ്രമാണത്തിന്റെ മേഖലയില് പ്രിയപ്പെട്ടവരെ, കള്ളസാക്ഷ്യം പറയരുത്, നുണ പറയരുത്, അപവാദം പറഞ്ഞു പരുത്തരുത്. ഇന്ന് ചിലപ്പോഴൊക്കെ ചില കാര്യസാധ്യത്തിനു വേണ്ടി നമ്മൾ കള്ളസാക്ഷ്യം പറയും. കോടതിയിൽ അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കുന്ന ഇടങ്ങളിലൊക്കെ സത്യമല്ലാത്ത കാര്യം മറച്ചു വെച്ചുകൊണ്ട് എന്തിനൊക്കെയോ വേണ്ടി കള്ളസാക്ഷ്യം പറയുമ്പോ, നുണ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അത് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാണ്. അതിന്റെ കടം ഇപ്പൊ നമ്മളോ നമ്മുടെ പൂർവികരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ കോടതിയിൽ കള്ളസാക്ഷ്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥം വഹിക്കേണ്ട സമയത്ത്
നമ്മൾ അവിടെ കള്ളസാക്ഷ്യം പറഞ്ഞു, ഒരു വ്യക്തിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ആർക്കെങ്കിലൊക്കെ വേണ്ടി. ഇവിടെ അത് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. നുണ പറയുക, നുണ പറഞ്ഞ് സമ്പാദിക്കുക, നുണ പറഞ്ഞ് ചതിച്ച് വഞ്ചിച്ച് ഓരോന്ന് നേടിയെടുക്കുക, അർഹതയില്ലാത്തത് വർത്താനം പറഞ്ഞ്, നുണ പറഞ്ഞ്, കള്ളം പറഞ്ഞ് നേടിയെടുക്കുക, അതൊക്കെ നമ്മുടെ കുടുംബത്തിന് നേട്ടമല്ല, കടമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വാക്കുകൊണ്ട് കഥകൾ പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സ്ഥാനം നേടാൻ വേണ്ടി, നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മുടെ ജീവിതത്തില് അപ്പൊ നമ്മൾ ജയിച്ചേക്കാം, അപ്പൊ കേസ് ജയിച്ചു, അപ്പൊ നമ്മുടെ കാര്യം, നമ്മുടെ ഭാഗം ന്യായീകരിക്കപ്പെട്ടു. പക്ഷേ നമ്മുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലും ഒക്കെ അത് വലിയൊരു കടമായിട്ട് കിടക്കും മക്കളെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അപവാദം പറയുക, അപവാദം പറഞ്ഞു വരുത്തി അവനെ താഴ്ത്തിക്കെട്ടുക, അത് കൊലപാതകത്തിന് തുല്യമാ. അവന്റെ സൽപ്പേര് കളഞ്ഞ് അവനെതിരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി അവന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് നേട്ടമല്ല, നഷ്ടമാണ്, കടമാണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലോ പാരമ്പര്യത്തിലോ തലമുറയിലൊക്കെ നമുക്കറിയാം, നമ്മൾ മനുഷ്യരാ, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങളാ. ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില കള്ളസാക്ഷ്യം പറയുക, നുണ പറയുക, മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക, അവന്റെ സൽപ്പേരിന് കോട്ടം വരുത്തുക, അവന്റെ സമ്പത്ത് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ അവനെ തോൽപ്പിക്കാൻ വേണ്ടി കഥകൾ കെട്ടിച്ചമച്ച് പറയുക, ഇതൊക്കെ. അതുകൊണ്ട് ഈശോ പറയാണ്, ചെയ്യരുത് മക്കളെ. ഈ മേഖലയിൽ വന്നു പോയ വീഴ്ചകളെ ഓർത്ത് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. ചെറിയ കാര്യങ്ങളാണേലും നമുക്കറിയാം, ചെറുതൊന്നും അല്ലട്ടത്, വലിയ കാര്യമാണ്. എന്നാലും അല്പം പുളിപ്പ് മതി മുഴുവൻ മാവിനെയും പുളിപ്പിക്കാൻ. അതുകൊണ്ട് ചെറിയൊരു കള്ളസാക്ഷ്യം പോലും, ചെറിയ ഒരു നുണ പോലും, ചെറിയ ഒരു അപവാദം പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പാരമ്പര്യത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന വലിയ കടമായിട്ട് മാറും എന്ന സത്യം അറിഞ്ഞുകൊണ്ട് നമുക്കിന്ന് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലും, നമ്മുടെ കരുണയുടെ ജപമാലയിലും, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള ജപമാലയിലും, നമ്മുടെ കരുണ കൊന്തയിലൊക്കെ നമുക്ക് വലിയ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, കള്ളസാക്ഷ്യവുമായിട്ടും നുണയുമായിട്ടും അതോടൊപ്പം തന്നെ അപവാദം പറഞ്ഞു വരുത്തിയും അനർഹമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത ഈ മേഖലകള്, ഈ പാപങ്ങള്, ഈ പ്രമാണ ലംഘനങ്ങള് ഞങ്ങളുടെ കുടുംബത്തില്, പാരമ്പര്യത്തില്, തലമുറയിൽ കിടക്കുന്ന ഓരോ മേഖലകളിലേക്കും കർത്താവിങ്ങളുടെ കരുണ ചൊരിയണം. അതിലൂടെ നഷ്ടപ്പെട്ടു പോയ സൽപ്പേര്, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, അല്ലെങ്കിൽ തോറ്റുപോയ കേസുകള്, തകർന്നുപോയ കുടുംബങ്ങള്, അവരൊക്കെ നമ്മെ പഴിച്ചിട്ടുണ്ടാകും, നമ്മുടെ കുടുംബത്തെ ശപിച്ചിട്ടുണ്ടാകും, പ്രാപിച്ചിട്ടുണ്ടാകും. കള്ളസാക്ഷ്യം പറഞ്ഞ് സത്യം മറച്ചു വെച്ച് പറഞ്ഞത് കൊണ്ടല്ലേ ഈ കേസ് തോറ്റെ, എനിക്ക് ഈ നട്ടം നേരിട്ട് എനിക്ക് തകർച്ച വന്നേന്നൊക്കെ ഓർത്ത് ആരെങ്കിലും അമ്മയോ നമ്മുടെ പൂർവികരെയൊക്കെ ശപിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കൾ, അത് നമുക്ക്, നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കും വലിയ കടമാണ്. കർത്താവിന്റെ കരുണയിലേക്ക് ഈ കടബാധ്യതയുടെ മേഖലയെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന ദിനം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ സ്നേഹവും വീണ്ടെടുപ്പിന്റെ കടങ്ങൾ പുറത്ത് നമ്മെ വീണ്ടെടുക്കുന്നതിന്റെ വലിയ ശക്തിയും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള കടങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവ് നമ്മോട്, നമ്മുടെ കുടുംബത്തോടും കരുണ കാണിക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഇനി സ്നേഹിക്കാനും സത്യസന്ധമായി ചെയ്യാനും, ഇതിലൂടെയൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ഇനി നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരോട് കരുണ കാണിച്ച് അവർക്ക് കടങ്ങൾ ഇളവ് ചെയ്തു കൊടുത്ത് അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് കർത്താവിന്റെ വലിയ മഹത്വത്തിന്റെ സാന്നിധ്യമായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയില് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി, കടങ്ങളുടെ പൂർത്തിക്കായി പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കടങ്ങളെ വീട്ടിക്കൊണ്ട് കുമിഞ്ഞു കിടക്കുന്ന, കുന്നുകൂടി കിടക്കുന്ന, പറഞ്ഞറിയിക്കാനാകാത്ത, തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കടബാധ്യതകളെ കർത്താവെ ഇളവ് ചെയ്തുകൊണ്ട് അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ഞങ്ങളെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്ന വലിയ സ്നേഹത്തെയോർത്ത്, കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 10,000 താലന്ത് കടപ്പെട്ടവന് കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോ അതെല്ലാം ഇളവ് ചെയ്ത് കൊടുത്ത് അവനോട് കരുണ കാണിച്ച പോലെ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തോടും അങ്ങ് കാണിക്കുന്ന വലിയ കരുണയോർത്ത്
കടങ്ങളെ പുറത്ത് ഞങ്ങളെ മോചിപ്പിക്കുന്നതിനെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങൾ അങ്ങയുടെ തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. സ്തുതി 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 സ്തുതി, ആരാധന ആരാധന ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ദിവികാനീശോയെ, ഇന്ന് പ്രത്യേകമായ വിധത്തില് ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു പോയ കള്ളസാക്ഷ്യത്തിന്റെയും നുണയുടെയും അപവാദം പറഞ്ഞു വരുത്തി കർത്താവ് ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിച്ചതിന്റെ, കർത്താവെ അവർക്ക് കടബാധ്യതകൾ വിളിച്ചു വരുത്തിയതിന്റെ, അവർക്ക് അർഹതപ്പെട്ട പല കേസുകളും തോറ്റുപോയതിന്റെ, കർത്താവെ എല്ലാ തെറ്റുകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ പാരമ്പര്യത്തില്, തലമുറയില്, അപ്പന്റെ കൈവഴികളില്, അമ്മയുടെ കൈവഴികളില്, ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിൽ വന്നുപോയ ഈ പ്രമാണ വിരുദ്ധമായ പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന് മേല് കരുണയായിരിക്കണമേ. നല്ല സാക്ഷ്യം പറഞ്ഞ് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട പല വിജയങ്ങളും സമ്പത്തും നേട്ടങ്ങളും ജോലിയും ബിസിനസ്സും, കർത്താവേ ഉപജീവന മാർഗങ്ങള് ചിലപ്പോഴൊക്കെ അപവാദം പറഞ്ഞു വരുത്തി കല്യാണം മുടക്കി ഒത്തിരിയേറെ അപവാദത്തിലൂടെ അനേകം മക്കളുടെ ജീവിതത്തിൽ തന്നെ നശിപ്പിച്ചു കളഞ്ഞ അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബത്തിലോ ജീവിതത്തിലോ കുടുംബവൃക്ഷത്തിലോ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട് വീണിരിക്കുന്ന കണ്ണുനീര്, ചില ശാപത്തിന്റെ വാക്കുകള്, ചില പ്രാഗലുകള്, ഞങ്ങൾക്കെതിരെ നിന്ന വെറുപ്പ്, ചില എതിർ പ്രാർത്ഥനകള്, യേശുവേ അതെല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലിയ കരുണയാൽ കർത്താവേ കടങ്ങളെല്ലാം പുറത്ത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പാപത്തിന്റെ ശാപങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, കണ്ണുനീരിന്റെയും ശാപത്തിന്റെയും അനന്തര ഫലങ്ങള് എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തോടും കടങ്ങൾ വീട്ടി കർത്താവേ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്തതിലൂടെ വേദനിച്ച, മുറിവേറ്റ, നഷ്ടങ്ങൾ നേരിട്ട, തകർന്നു പോയ അനേക മക്കളുണ്ട്. ഞങ്ങളിലൂടെ, ഞങ്ങളുടെ പൂർവികരിലൂടെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലൂടെ ഈ മേഖലയിൽ വേദനിച്ച് തകർന്നുപോയ, മുറിവേറ്റ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിലൂടെ അവർക്കുണ്ടായ നഷ്ടങ്ങള്, മുറിവുകള്, വേദനകള് ഈശോയെ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ആ മക്കളുടെ കരുണയായിരിക്കണമേ. അവരുടെ മുറിവുണക്കണമേ. അവർക്ക് സംഭവിച്ച നഷ്ടങ്ങളെ അങ്ങ് തന്നെ നികത്തി കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പൂർവികരിലൂടെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലൂടെ വേദനിക്കേണ്ടി വന്ന എല്ലാ മക്കൾക്കും അതിലൂടെ അവർക്കുണ്ടായ നഷ്ടങ്ങളും മുറിവുകളും വേദനകളും അവർ ചിന്തിയ കണ്ണുനീരും ഈശോയെ എല്ലാം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മുറിവുണക്കി ആശ്വസിപ്പിച്ച് സൗഖ്യം നൽകി വിടുതൽ നൽകി ആ മക്കളെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വലിയ കരുണയ്ക്കായി എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. ഈശോയെ, ഈ ഒരു പ്രമാണ ലംഘനത്തിലൂടെ ഞങ്ങൾക്കെതിരെ വന്നു നിൽക്കുന്ന ചില ശാപങ്ങൾ, ഇതുപോലെ വേദനിച്ച മക്കള് ഞങ്ങളെ ശപിച്ചത്, അതുമൂലം അവരേറ്റ മുറിവുകള്, അവർ ചിന്തിയ കണ്ണുനീര്, അവർക്ക് നഷ്ടപ്പെട്ട സമ്പത്ത്, സൽപ്പേര്, ചില ആനുകൂല്യങ്ങള്, അവർക്ക് അർഹിച്ച ജയം, കള്ളസാക്ഷ്യത്തിലൂടെ നുണ പറഞ്ഞുമൊക്കെ ഞങ്ങളോ ഞങ്ങളുടെ കുടുംബങ്ങളോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ കടന്നു വന്ന പാപശക്തികള്, ശാപശക്തികള്, പൈശാചിക ശക്തികള്, അന്ധകാര ശക്തികള് എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഈശോയെ ഞങ്ങളോടും
ഞങ്ങളുടെ കുടുംബത്തോടും കരുണയായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, ദുരാത്മ ദുർഭൂതങ്ങൾ, കർത്താവേ, ഈ മേഖലയിലുള്ള എല്ലാ പൈശാചിക പീഡകള് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ആ മക്കളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളെയും മേഖലകളെയും കർത്താവേ വിമോചിപ്പിച്ച് വിടുതൽ നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്കായി അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഈ മേഖലയെ സമർപ്പിച്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളെ സമർപ്പിച്ച്, പാരമ്പര്യത്തെ സമർപ്പിച്ച്, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച്, അവർ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുത്ത് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ. ദിവ്യാനസന്നദ്ധിയിലേക്ക് പ്രിയപ്പെട്ട മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും, ജീവിച്ചിരിക്കുന്ന മക്കളെയും, നമ്മളാൽ വേദനിപ്പിക്കപ്പെട്ട്, നമ്മുടെ കുടുംബത്താൽ വേദനിപ്പിക്കപ്പെട്ട്, കള്ളസാക്ഷ്യത്തിലൂടെയും നുണയിലൂടെയും അപവാദത്തിലൂടെയും തകർന്നുപോയ മക്കളെ, അതിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ, ആ മക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ മേലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പാപശാപ പൈശാചിക ബന്ധനങ്ങള് നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.